ഇസ്രായേലിനെതിരെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് ഈ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അമേരിക്ക അന്ന് ട്രംപ് ഭരണത്തിലില്ലെങ്കിൽ തന്നെ ഈ ട്രംപ് ഈ രാജ്യങ്ങളോടൊക്കെ പറഞ്ഞു, നിങ്ങളിത് ചെയ്യരുത്, ഇത് അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരാണ്. അമേരിക്കയിൽ വലിയൊരു ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ട്. ട്രംപ് അത് അറിയാമല്ലോ, ട്രംപ് ഒരു ഹാർഡ് കോർ ക്രിസ്ത്യൻ കൂടിയാണ്. അതൊരു ഹോളി സിറ്റിയാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എല്ലാ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. നിങ്ങൾ ഈ രീതിയിൽ പെരുമാറരുത്. പക്ഷേ ഈ രാജ്യങ്ങൾ എതിർത്തു. ഇന്നതിൻ്റെയാണ് അനുഭവിക്കുന്നത്. എന്നാ നീ അനുഭവിച്ചോ? ഇതുകൊണ്ടാണ് ഇപ്പോൾ ജർമ്മനിയുടെ ഒരു സ്ഥിതി മാറി. പുതിയ ചാൻസലർ വരാൻ പോവുകയാണ്, ഫെഡറിക് മെൻസ്. അദ്ദേഹം വന്നപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു, ഭയമുള്ള കാരണം വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് ചാർജ് എടുക്കാൻ പോകുന്നത്. കാരണം ഇതേപോലൊരു സംഭവം അടുത്ത കാലത്തൊന്നും സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യൂറോപ്പിൽ ഉണ്ടായിട്ടില്ല. യൂറോപ്പിൻ്റെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്നാണ് ഡിഫൻസ് ബഡ്ജറ്റ് മാറ്റുന്നത്. പുതിയ റീആം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. റീആം ചെയ്യണം. എന്താ യൂറോപ്യൻ യൂണിയൻ്റെ സെക്രട്ടറി ജനറൽ പറയുന്നത്? കാരണം സ്വന്തമായിട്ട് സെക്യൂരിറ്റി ഉണ്ടാക്കിയാൽ മതി, മുന്നോട്ട് പോകാൻ പാടാണ്. കാരണം ഉക്രൈൻ എല്ലാവരുടെ മുമ്പിൽ കിടക്കുന്ന സംഭവമാണ്. ട്രംപ് വന്ന ശേഷം എല്ലാം മാറ്റിമറിച്ചു. ഇതാണ് ഇതിൻ്റെ ഇഷ്യൂ. അതാണ് ഇപ്പോൾ ജർമ്മനിക്കും അടി കിട്ടിയത്. ഈ രാജ്യങ്ങളുടെ ഒക്കെ, കാരണം ഈ രാജ്യങ്ങളെല്ലാം ഇനിയെല്ലാം ഇഷ്ടംപോലെ സംഭവം സെക്യൂരിറ്റി ഒക്കെ കിടക്കുന്നുണ്ട്. അവരവരുടെ സൈന്യത്തെയും വെപ്പൺസിനെയും പിന്നീട് ഇവർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം മുഴുവനും കുഴിച്ചിട്ടു. വേണ്ടാന്നങ്ങ് വെച്ചു. കാരണം എല്ലാം അമേരിക്ക ചെയ്യുന്നുണ്ട്.